കുട്ടികളിൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം എന്ന് പറയുന്നത്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് അഡിനോയിഡ് എന്ന് നോക്കാം. അഡിനോയിഡ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥിയാണ്. അതായത് ലിംഫോയിഡ് കോശങ്ങൾ അടങ്ങിയ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചൈൽഡ്ഹുഡിൽ അഥവാ കുട്ടിക്കാലത്ത് നമ്മളെ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങുന്നതിനെയാണ് നമ്മൾ അഡിനോഡൈറ്റിസ് അല്ലെങ്കിൽ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മളെ കുട്ടികളുടെ മൂക്കിൻ്റെ പിറകു വശത്തായിട്ടാണ് ഈ അഡിനോയിഡ് ഗ്രന്ഥി കാണപ്പെടുന്നത്. ഇത് വീങ്ങുകയും അത് കാരണം അവർക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു കണ്ടീഷനാണ് അഡിനോഡൈറ്റിസ് അല്ലെങ്കിൽ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം എന്ന് പറയുന്നത്. ഇത്തരത്തിലെ ബുദ്ധിമുട്ട് കൂടി വരുന്ന കുട്ടികൾ നമ്മൾ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒന്നില്ലെങ്കിൽ കുട്ടികൾ വായ തുറന്നു വെച്ചിട്ട് ഉറങ്ങും. അതുപോലെ തന്നെ കുട്ടികളിൽ കൂർക്കം വലി അധികമായിട്ട് കാണപ്പെടും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുട്ടികളിൽ അസുഖം വരും. അതായത് ജലദോഷമോ അല്ലെങ്കിൽ തുമ്മലോ അല്ലെങ്കിൽ കഫക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് വരിക. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലക്ഷണങ്ങൾ കാണാറ്. അതുപോലെ തന്നെ മറ്റു ലക്ഷണങ്ങൾ ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും കാണപ്പെടാറുണ്ട്. കുട്ടികളിൽ കേൾവി ശക്തി കുറവ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ്, നമ്മൾ ഒരു കുട്ടീനെ തന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ പേര് വിളിക്കേണ്ടി വരിക, പഠിപ്പിലോ അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട്. അതുപോലെ ഫേസിൻ്റെ ഘടന മാറുന്നതായിട്ട് നമുക്ക് കാണപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് നമ്മൾ കുട്ടികളിൽ ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുവരാറ്. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കുട്ടികളിൽ ഉണ്ടോ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നാണ് ചോദിക്കാറ് സാധാരണ. ഇത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈമറിലി നമ്മൾ ഫസ്റ്റ് ഒരു എക്സ്റേ എടുത്തിട്ടാണ് നോക്കുക. ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അതിൽ നമുക്ക് അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയാറുണ്ട്. അതുപോലെ തന്നെ ഇനി കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗ്രേഡൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു നാസോ എൻഡോസ്കോപ്പി, അതായത് ഒരു ENT സർജൻ്റെ സഹായത്തോടു കൂടി ഒരു നാസോ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴാണ് നമുക്കിതിനെ ഡീറ്റെയിൽ ആയിട്ട് എത്രത്തോളം ഇതിൻ്റെ ഗ്രേഡ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കമൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. ഇത്തരത്തിലുള്ള ടെസ്റ്റുകളാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാറ്. പിന്നെ അലർജി ഉള്ള കുട്ടികളിൽ നമ്മൾ ഈ ഒരു അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങുന്നതായിട്ട് എപ്പോഴും കണ്ടുവരാറുണ്ട്. ഈ അലർജി ഉള്ള കുട്ടികളിൽ നമ്മൾ അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന സാഹചര്യങ്ങളിൽ കുട്ടികളിൽ IgEയും അതുപോലെ AEC എന്നുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. കുട്ടികളുടെ അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അലർജിയാണ്. ഈ അലർജി അതുപോലെ തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, അല്ലെങ്കിൽ എക്സ്പോഷർ ആകുമ്പോൾ അലർജി കാരണം ഇതിൻ്റെ വീക്കം ഉണ്ടാവുക, നീർക്കെട്ട് വരിക, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങാൻ കാരണമാവാറുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്നത് അലർജിയാണ്. അപ്പോൾ അലർജി നമ്മൾ കറക്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങിയ കുട്ടികളിൽ നമ്മളതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് വിവിധ ഗ്രേഡുകൾക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് പ്രധാനപ്പെട്ടായിട്ട് വരുന്നത് കുട്ടികൾക്ക് രാത്രി ഉറങ്ങുമ്പോഴുള്ള കൂർക്കം വലിയും അതുപോലെ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് നമ്മൾ ഈ പ്രധാനമായിട്ട് കാണപ്പെടാറ്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ അസ്വസ്ഥതയും ഒക്കെ അനുസരിച്ചാണ് ചികിത്സ തീരുമാനിക്കുന്നത്. ഈ വീങ്ങിയ അഡിനോയിഡ് ഗ്രന്ഥി എത്രത്തോളം അവരെ നാസൽ പാസേജ് അഥവാ അവർ ശ്വാസം എടുക്കുന്നത് തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു ചികിത്സയും അതുപോലെ തന്നെ ഒരു ഫോളോ അപ്പ് ഒക്കെ വരിക. എന്ത് തരത്തിലുള്ള മെഡിക്കേഷനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും ഈ ഒരു ലെവലിനനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രതിരോധ ശക്തി കുറഞ്ഞ കുട്ടികൾ, അതായത് HB കുറവോ അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ കുറവോ ഒക്കെ ഉള്ള കുട്ടികളിലും നമ്മൾ ഈ ഒരു അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇതിന് എന്താണോ ഇതിന് കാരണമാകുന്നത്, അലർജി ആണെങ്കിൽ അലർജി കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് പ്രതിരോധ ശക്തി കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് പ്രോട്ടീനോ അല്ലെങ്കിൽ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറവോ അനീമിയ പോലെയുള്ള അസുഖങ്ങളോ ഇത്തരത്തിലുള്ള എന്താണോ ഇതിന് കാരണമാകുന്നത് എന്ന് കണ്ടെത്തി അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഹോമിയോപ്പതി ചികിത്സയിൽ നമുക്ക് അഡിനോയിഡ് ഗ്രന്ഥി വളരെ എഫക്റ്റീവായിട്ട് തന്നെ ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. ഹോമിയോപ്പതി ചികിത്സ ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തിന് ചെയ്യുന്നത് എന്താണോ ഈ അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങാൻ കാരണം എന്ന് കണ്ടെത്തി അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ രീതി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അലർജി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അലർജിയെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ അഡിനോയിഡ് ഗ്രന്ഥി ചുരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. വീങ്ങിയ അഡിനോയിഡ് ഗ്രന്ഥി ചുരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകൾ ഇന്ന് വളരെ അവൈലബിൾ ആണ്. നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഇന്ന് അതിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ മെഡിക്കേഷൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ ജനറൽ ആയിട്ടുള്ള ഹെൽത്തും അതുപോലെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന
അത്തരത്തിലുള്ള കൂടെ അതിൻ്റെ കൂടെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഡിനോയിഡ് ഗ്രന്ഥിയുടെ ബുദ്ധിമുട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു സർജിക്കൽ ഓപ്ഷനിലേക്കൊക്കെ പോകേണ്ട കേസുകൾ പലപ്പോഴും നമുക്ക് ഈ നാസൽ ബ്ലോക്കേജ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് കുട്ടിക്ക് വായ തുറക്കാതെ തീരെ ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ സർജറി ഒക്കെ അഡ്വൈസ് ചെയ്യാറ്. വായ അടച്ചു പിടിച്ചിട്ട് കുട്ടിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ നമുക്ക് ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ സൈസ് ചുരുക്കി കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൊണ്ടുവരാനും സാധാരണ കഴിയാറുണ്ട്.